വീഡിയോ കാണുന്നതിന് മുൻപ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഒരു കാലത്ത് ലങ്കാപുരി ഭരിച്ചിരുന്ന ശക്തനായ രാക്ഷസരാജാവായിരുന്നു രാവണൻ. രാവണൻ 10 തലയുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. 10 തലയെന്നത് അദ്ദേഹം വേദങ്ങൾ, ശാസ്ത്രങ്ങൾ, സംഗീതം, യുദ്ധകൾ തുടങ്ങിയ മേഖലകളിൽ നേടിയ ജ്ഞാനങ്ങളെ പ്രതിനിധീകരിക്കുന്നു. രാവണൻ വിശ്വമുനിയുടെയും കൈകസി ദേവിയുടെയും മകനാണ്. അദ്ദേഹത്തിന് കുംഭകർണൻ, വിഭീഷണൻ, ശൂർപ്പണഖ എന്നീ സഹോദരങ്ങളുമുണ്ട്. രാവണൻ നല്ലൊരു ശിവഭക്തനായിരുന്നു. ഒരിക്കൽ ശിവന്റെ വലിയ പീഠമായ കൈലാസം അദ്ദേഹം തന്റെ ശക്തി കൊണ്ട് ചലിപ്പിക്കാൻ ശ്രമിച്ചു. ശിവൻ അതിൽ കോപിച്ച് അദ്ദേഹത്തെ കൂന്തലിൽ അമർത്തി. എന്നാൽ രാവണൻ തന്റെ വീണയിൽ ശിവനെ സ്തുതിച്ച് പാടുകയും അതുകൊണ്ട് ശിവൻ സന്തോഷിച്ച് മാപ്പ് നൽകുകയും ചെയ്തു. ഇതാണ് പ്രശസ്തമായ ശിവതാണ്ഡവ സ്തോത്രം. രാവണൻ ലങ്കയിൽ സുന്ദരമായ ഒരു രാജ്യം ഒരുക്കി. അവിടെ സ്വർണപാളികളിൽ മന്ദിരങ്ങൾ, ശക്തമായ കാവൽസേന, നല്ല ഭരണസംവിധാനം എന്നിവ ഉണ്ടായിരുന്നു. രാവണൻ ഭരിച്ചിരുന്ന ലങ്കാപുരി സ്വർഗ്ഗതുല്യമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ജനങ്ങൾ അത്രമേൽ സന്തോഷവാൻ ആയിരുന്നു. രാവണൻ പകുതി രാക്ഷസനും മനുഷ്യനും ആയതിനാൽ ശത്രുക്കൾ പോലും ഭയപ്പെട്ടിരുന്നു. എന്നാൽ സ്നേഹിക്കുന്നവർക്ക് എന്തും ചെയ്തു കൊടുക്കാനുള്ള മനസ്സുള്ള വ്യക്തി ആയിരുന്നു രാവണൻ എന്ന് പറയപ്പെടുന്നു. ഒരിക്കൽ രാമനും സീതയും ലക്ഷ്മണനും കാട്ടിൽ കഴിയുന്ന സമയത്ത് രാവണന്റെ സഹോദരിയായ ശൂർപ്പണഖ രാമനെ അവിടെ വച്ച് കാണുകയും വിവാഹം ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ രാമൻ അവളെ നിരസിക്കുകയും അത് കേട്ട് കോപിഷ്ഠയായ ശൂർപ്പണഖയുടെ മൂക്ക് രാമ സഹോദരൻ ലക്ഷ്മണൻ അരിയുകയും ചെയ്തു. ഈ സംഭവത്തിന് ശേഷം ശൂർപ്പണഖ ജ്യേഷ്ഠൻ രാവണനോട് പരാതി പറയുകയും ആദ്യമായിട്ടും അവസാനമായിട്ടും തനിക്കൊരു ആഗ്രഹം ഉണ്ട്, അത് രാമനെ എനിക്ക് വേണമെന്നും പകരം സീതയെ ജ്യേഷ്ഠൻ വിവാഹം കഴിക്കണം എന്നുമായിരുന്നു. ഇത് കേട്ട് കോപം പൂണ്ട രാവണൻ തൽക്ഷണം സീതയെ തട്ടിക്കൊണ്ടുപോകുകയും ലങ്കയിൽ പാർപ്പിക്കുകയും ചെയ്തു. എന്നാൽ സീതയെ രാവണൻ ആഗ്രഹിക്കുകയോ നേരിട്ട് ഉപദ്രവിക്കുകയോ ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാകുന്നത്. സീതയെ തിരികെ നേടാൻ വേണ്ടി രാമനും വാനരസേനയും ചേർന്ന് ലങ്കയിലേക്ക് പടയോട്ടം നടത്തി. ഏറെ പോരാട്ടങ്ങൾക്കുശേഷം രാമൻ രാവണനെ വധിച്ചു. പക്ഷേ അഭുഗങ്ങളിൽ പറയുന്നത് അത്ര ശക്തനായ രാവണനെ ഒരിക്കലും നേർക്ക് നേർ യുദ്ധം ചെയ്ത് തോൽപ്പിക്കാൻ രാമന് കഴിയില്ല. കാരണം കഠിന ശിവഭക്തനായ രാവണൻ ശിവനിൽ നിന്നും വരം ലഭിച്ചിരുന്നു എന്നുമാണ്. മാത്രമല്ല രാവണ സഹോദരൻ കുംഭകർണൻ മാത്രമാണ് യുദ്ധത്തിൽ രാവണന്റെ കൂടെ ഉണ്ടായിരുന്നത്. വിഭീഷണൻ എന്ന സഹോദരൻ രാമന്റെ പക്ഷമായിരുന്നു എന്നും അഭ്യൂഹമുണ്ട്. രാമന്റെ അമ്പുകൊണ്ട് നിലത്തു വീഴുമ്പോൾ രാവണൻ പറഞ്ഞത്, രാമൻ നീ എന്നെക്കാൾ ഒട്ടും ശക്തനല്ല എങ്കിലും ഈ യുദ്ധത്തിൽ ഞാൻ കീഴടങ്ങുന്നു. കാരണം നിന്റെ കൂടെ നിന്ന് പോരാടാൻ നിനക്ക് ഒരു സഹോദരനുണ്ട്, എനിക്ക് അങ്ങനെ ഒരു സഹോദരൻ ഇല്ലാതെ പോയി എന്ന് പറഞ്ഞാണ് രാവണൻ യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുന്നത്. രാവണൻ യുദ്ധത്തിനു ശേഷം രാജ്യത്തേക്ക് തിരികെ പോയ രാമനും സീതയും ജനങ്ങളുടെ മുമ്പിൽ നിരവധി പരീക്ഷണങ്ങൾ നേരിടേണ്ടതായി വന്നു. അതിൽ ഒന്നായിരുന്നു സീതയ്ക്ക് നേരിടേണ്ടതായി വന്ന അഗ്നി പരീക്ഷണം. ജനങ്ങളുടെ സംശയ നിവാരണത്തിന് വേണ്ടി അഗ്നി പരീക്ഷണത്തിന് സീതയെ അനുവദിച്ച രാമന്റെ ഉദ്ദേശശുദ്ധിയെ ഇന്നും ഒരു വിഭാഗം ആളുകൾ വിമർശിക്കുന്നുണ്ട്. ഇപ്പോഴും ഇങ്ങനെയുള്ള ചർച്ചകൾ നമുക്കിടയിൽ ഉണ്ട്. എന്തായാലും രാവണൻ വളരെ ശക്തൻ ആയിരുന്നു എന്നതിൽ സംശയമില്ല. ഇതേക്കുറിച്ച് നിങ്ങൾക്ക് ഇതിലും കൂടുതലായി അറിയാവുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ഗുഡ് ബൈ.